ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബിസിനസ് നെറ്റ്വർക്കിംഗ് ആയിക്കോട്ടെ, കാഷ്വൽ ടോക്ക് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ടോക്ക് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, ചില തടസ്സങ്ങൾ നമ്മുടെ ആ കമ്മ്യൂണിക്കേഷനെ സാരമായി ബാധിക്കും. പറയട്ടെ, ഒന്നാമത്തെ പോയിന്റ്, ഡിസ്ട്രാക്ഷൻസ് പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസ് അവിടെ ഒഴിവാക്കണം. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് കോമൺ ആയിട്ട് വരിക? ഒരു സംശയം വേണ്ട, ഇന്നത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ നമ്മുടെ ഓർഗൻ ആണ് ഏത് ശരിക്കും നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. സത്യമല്ലേ? ആ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ നമ്മളെ മുന്നിലിരിക്കുന്ന വ്യക്തി നമ്മളെ കാണാനായി വന്നതാണ്, നമ്മുടെ ഓഫീസിലേക്ക് എത്തിയതാണ് ആ വ്യക്തി. ആ സമയത്തെങ്കിലും ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് മാനിച്ചുകൊണ്ട് ഫോൺ മാറ്റിവെക്കുക. അത്രയും എമർജൻസി ആണെങ്കിൽ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് പെർമിഷൻ ചോദിച്ചുകൊണ്ടേ നിങ്ങൾ ആ ഫോൺ എടുക്കാൻ പാടുള്ളൂ. ഈ ഫോണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എടുക്കുന്നത് ആ വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് ഇല്ലായ്മയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് ഫീൽ ചെയ്യുക. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ടായി പോകും. അതുപോലെ തന്നെയാണ് നോയ്സ്. നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പക്ഷേ ഒരു പുറമേയുള്ളൊരു ഹോട്ടലിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ച് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, നോയ്സ്, പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ വരികയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ സാരമായി ബാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ മീറ്റിംഗ് വെക്കുമ്പോൾ ഒരു കാം ആയിട്ടുള്ള ഒരു പ്ലേസ് ഓപ്റ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. ഫോണും ഈ നോയ്സും അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ് നമുക്ക് ഉണ്ടാക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഇമോഷണൽ ബാരിയേഴ്സ്. ഇപ്പം ഞാൻ പ്രൊഫഷണലി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. എനിക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നെർവസ്നെസ് ആണ്, അല്ലെങ്കിൽ നെർവസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ഇമോഷണൽ ബാരിയേഴ്സ് ആയിട്ടാണ് വരുന്നത്. കൂടുതൽ ഞാൻ ആങ്സൈറ്റിയോട് കൂടിയിട്ടാണ് ആ മീറ്റിംഗ് സമീപിക്കുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ പേടി വന്നു, ആശങ്ക വന്നു, ഞാൻ പറയാൻ പോകുന്ന കീ പോയിന്റുകൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനും പറ്റും. അദ്ദേഹം വിചാരിക്കും ദീപക് കോൺഫിഡൻ്റ് അല്ല, ദീപക് അൺപ്രിപ്പയർഡ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇമോഷണൽ ബാരിയേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവരുത്. അപ്പോൾ സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ മെൻ്റലി നമ്മളൊന്ന് ഫ്രീ ആയിട്ട് മാറണം. മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ഇതൊരു കാഷ്വൽ ടോക്കിലൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. എന്നാൽ നിങ്ങൾ വലിയൊരു ഡിസ്കഷൻ നടത്തുകയാണ്, നിങ്ങളൊരു ബ്രാഞ്ച് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനി ഒരു നെക്സ്റ്റ് അടുത്തൊരു രാജ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഒരുപാട് രാജ്യത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ഹൈ ലെവലിലുള്ള വ്യക്തികൾ, CEO, മാനേജേഴ്സൊക്കെ നിങ്ങളുടെ മുന്നിലിരുന്ന് മീറ്റിംഗ്, ഒരു ബോർഡ് റൂമിലിരുന്ന് മീറ്റിംഗ് കേൾക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയുടെ കൾച്ചറിൽ, ഞാൻ നിങ്ങളടുത്തൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ സൈലൻ്റായി നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തലയാട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുന്നു ദീപക്കിന് ഈ കാര്യം ഇഷ്ടപ്പെട്ടു, ദീപക് ഇത് പ്രൊസീഡ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ തലയാട്ടൽ കൊണ്ട്, നമ്മൾ കാണിക്കുന്ന ഗെസ്റ്റർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ജപ്പാനിലുള്ളൊരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഇദ്ദേഹം സൈലൻ്റായിട്ട് നിൽക്കുന്നു, ഇദ്ദേഹം ഇടയ്ക്ക് തലയാട്ടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ളതല്ല. അദ്ദേഹം വെയിറ്റിംഗ് ഫോർ അപ്രൂവലാണ്, അദ്ദേഹം ആലോചിക്കട്ടെ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ തലയാട്ടൽ. അപ്പോൾ ഈ രണ്ട് കൾച്ചറിലും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അപ്പോൾ നമ്മൾ ഏത് വലിയ ഡിസ്കഷനിൽ പോകുമ്പോഴും ആ രാജ്യത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ, ആ സംസ്ഥാനത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് പോകാനും അത് റിസൾട്ടാക്കാനും നമുക്ക് പറ്റും. നാലാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു തരട്ടെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഏതൊരു കമ്മ്യൂണിക്കേഷനിലും മറ്റുള്ള വ്യക്തികൾ, മുന്നിലിരിക്കുന്ന വ്യക്തികൾ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, ഒരു ബിസിനസ് ക്ലോസ് ആവണമെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നിങ്ങൾ എടുക്കണമെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രോപ്പറായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ പോലെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ എടുക്കുന്നില്ല, അവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക, അത് എങ്ങനെ നമ്മൾ സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാവും. മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനുമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുമ്പോൾ ഈ ബാരിയേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസ്ട്രാക്ഷൻസ്, ഇമോഷണൽ ബാരിയേഴ്സ്, കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഒരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്ററായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റും.